The next module is module 4, transportation problem and assignment problem. The first problem based on the transportation problem. First, let us see what type of problems are solved using the transportation problems. A company has first problem. A company has three production facilities, S1, S2, S3, with production capacity of 7, 9 and 18 units per week of the product respectively. These units are to be shipped to 4 warehouse D1, D2, D3 and D4 with requirement 5, 6, 7 and 8 units, 5, 6, 7 and 14 units per week respectively. The transportation cost per unit between the factories to warehouse are given in the table below. Formulate this transportation problem as an LP model to minimize the total transportation cost. അതായത് ഒരു കമ്പനിയിൽ 3 പ്രൊഡക്ഷൻ യൂണിറ്റുകളുണ്ട്. അതിനെയാണ് S1, S2, S3 എന്ന് ഡിനോട്ട് ചെയ്തേക്കുന്നത്. ഇനി വിത്ത് പ്രൊഡക്ഷൻ കപ്പാസിറ്റി, ആ S1 എന്നുള്ള കമ്പനിയുടെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി എന്ന് പറയുന്നത് 7 ആണ്. അതുപോലെ S2ൻ്റെ 9, അതുപോലെ S3യുടെ 18 ആണ് പ്രൊഡക്ഷൻ കപ്പാസിറ്റി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ 3 യൂണിറ്റിൽ ഉണ്ടാക്കുന്ന ഈ പ്രോഡക്ട്സിനെ ഷിപ്പ് ചെയ്യുന്ന 4 വെയർ ഹൗസുകളുണ്ട്. അതാണ് D1, D2, D3, D4 എന്ന് ഡിനോട്ട് ചെയ്തേക്കുന്നത്. ഇനി ആ ഓരോ കമ്പനിക്കും വേണ്ട റിക്വയർമെൻ്റ് എന്ന് പറയുന്നതാണ്, അല്ലെങ്കിൽ അവർക്ക് വേണ്ട ഡിമാൻഡ് ഓഫ് സപ്ലൈ എന്ന് പറയുന്നതാണ് 5, 8, 17, 5, 8, 7, 14 എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി ദി ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് പെർ യൂണിറ്റ് ബിറ്റ്വീൻ ഫാക്ടറീസ് ടു വെയർഹൗസ് ആർ ഗിവൺ ബിലോ ഇൻ ദി ടേബിൾ. ഓരോ യൂണിറ്റും ഓരോ ഫാക്ടറിയിൽ നിന്നുള്ള S1 എന്നുള്ള യൂണിറ്റിൽ നിന്ന് D1 എന്നുള്ള വെയർഹൗസിലോട്ട് വേണ്ട ആ പ്രോഡക്റ്റിൻ്റെ അവർ തമ്മിലുള്ള ആ ഒരു ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് S1 നിന്ന് D1 ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റാണ് 19. അതുപോലെ തന്നെ S1 നിന്ന് D2 30. അങ്ങനെ ഓരോ യൂണിറ്റിൽ നിന്നും വെയർഹൗസിലോട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റാണ് ഇവിടെ ടേബിളിൽ ബാക്കി തന്നിരിക്കുന്നത്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഫോർമുലേറ്റ് ദിസ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം ആസ് എൻ LP മോഡൽ ടു മിനിമൈസ് ദി ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്. നമ്മൾ ഈ തന്നിരിക്കുന്ന ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലത്തിനെ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം ആയിട്ട് മാറ്റുന്നത് എങ്ങനെ, അതാണ് ഫസ്റ്റ് നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു മോഡലാണ്, ഇപ്പോൾ മോഡൽ ടൈപ്പായിട്ടാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം, ഇതാണ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലത്തിന് എക്സാമ്പിളായിട്ടുള്ളത്. ഇനി ഇത് എങ്ങനെ ഒരു LP മോഡലായിട്ട്, ലീനിയർ പ്രോഗ്രാമിംഗ് മോഡലായിട്ട് നമ്മൾ അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നുള്ളതാണ് ആദ്യം നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് XIJ എന്ന് പറഞ്ഞ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് നമ്പർ ഓഫ് യൂണിറ്റ് ഓഫ് ദി പ്രോഡക്റ്റ് ടു ബി ട്രാൻസ്പോർട്ടേഷൻ ഫ്രം ഫാക്ടറി I ടു വെയർഹൗസ് J. നമ്മൾ ഈ ഫാക്ടറീസിനെ S1, S2, S3 എന്നുള്ള ഫാക്ടറീസിനെ 1, 2, I വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യണം. ജനറലായിട്ട് I വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യണം. അതുപോലെ ഈ വെയർ ഹൗസിനെല്ലാം J വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യണം. അപ്പോൾ XIJ എന്ന് ഉദ്ദേശിക്കുന്നത് കറസ്പോണ്ടിങ് ആ ഫാക്ടറിയും വെയർ ഹൗസും തമ്മിലുള്ള ഡിനോട്ടേഷൻ. ഇപ്പോൾ എക്സാമ്പിളായിട്ട് X1, 2 എന്ന് ഡിനോട്ട് ചെയ്യുന്നത് പ്രൊഡക്ഷൻ ഫാക്ടറി 1ൽ നിന്ന് 2 എന്നുള്ള വെയർ ഹൗസിലോട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്, അല്ലെങ്കിൽ ആ ഒരു ഇതിനെ ആ നമ്പർ ഓഫ് യൂണിറ്റ് ഓഫ് പ്രോഡക്റ്റ് ട്രാൻസ്പോർട്ടിങ് ഫ്രം S1 ഫാക്ടറി ടു D2 വെയർ ഹൗസ്, അതാണ് X1, 2 എന്നുകൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ J എന്നുള്ളത് വെച്ച് ഡിനോട്ട് ചെയ്യുന്നത് വെയർ ഹൗസിൻ്റെ നമ്പേഴ്സിനെ, അതുപോലെ I വെച്ചിട്ട് ഡിനോട്ട് ചെയ്യുന്നത് ഫാക്ടറി. അപ്പോൾ ജനറലായിട്ട് XIJ എന്നാണ് അതിനെ ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ മിനിമൈസ് Z, ആ മിനിമൈസ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ടോട്ടൽ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റിൻ്റെ മിനിമം വാല്യൂ ആണ് കണ്ടുപിടിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മിനിമൈസ് Z ഈക്വൽ ടു ഇതിനെ മൊത്തത്തിനും കൺസ്ട്രൻസ് ആയിട്ട് ഒബ്ജക്റ്റീവ് ഫംഗ്ഷനായിട്ട് റെപ്രസെൻറ്റ് ചെയ്യണം. അപ്പോൾ 19 S1 D1, അപ്പോൾ X11 പ്ലസ് 30 S1ഉം D2ഉം തമ്മിലുള്ളത്, അപ്പോൾ X12 50 X13 10 X14 പ്ലസ് 70 S21 30 X22
40 x21 അങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് പ്ലസ് ലാസ്റ്റ് 20 x3 4 ആ ഒരു റെപ്രസെൻറ്റേഷനാണ് നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ വരുന്നത്. ഇനി കൺസ്ട്രെയിൻസ് സബ്ജക്റ്റ് ടു ദി കൺസ്ട്രെയിൻസ് ആയിട്ട് പറഞ്ഞത് ഇപ്പോൾ ഓരോന്നിനും കറസ്പോണ്ടിങ് ആയിട്ട് ഈക്വൽ ടു, അതായത് x11 പ്ലസ് x12 പ്ലസ് x13 പ്ലസ് x14 ഈക്വൽ ടു എത്രയാണ് കപ്പാസിറ്റി എന്ന് പറയുന്നത് 7. അപ്പോൾ അതൊരു S1 യൂണിറ്റ് x1 ഫാക്ടറിയുടെ മാക്സിമം കപ്പാസിറ്റി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 7 ആണ്. അപ്പോൾ x11 പ്ലസ് x12 പ്ലസ് x13 പ്ലസ് x14 ഈക്വൽ ടു 7. അടുത്തത് x21 പ്ലസ് x22 പ്ലസ് x23 പ്ലസ് x24 ഈക്വൽ ടു 9. നെക്സ്റ്റ് കൺസ്ട്രെയിൻറ്റ് x31 പ്ലസ് x32 പ്ലസ് x33 പ്ലസ് x34 ഈക്വൽ ടു 18. അപ്പോൾ 3 കൺസ്ട്രെയിൻസ് കിട്ടി. ഇനി കറസ്പോണ്ടിങ് ആയിട്ട് വെയർ ഹൗസിൻ്റെ റിക്വയർമെൻറ്റ്സ് അനുസരിച്ചിട്ടുള്ള കൺസ്ട്രെയിൻസ് അത് ഏതൊക്കെ വരിക? x1 കോളം വൈസ് നോക്കിയാൽ മതി. x11 x21 x31 ഈക്വൽ ടു 5, x12 പ്ലസ് x22 പ്ലസ് x32 ഈക്വൽ ടു 8, x13 പ്ലസ് x23 പ്ലസ് x33 ഈക്വൽ ടു 7, x14 പ്ലസ് x24 പ്ലസ് x34 ഈക്വൽ ടു 40. അങ്ങനെ മൊത്തം 7 കൺസ്ട്രെയിൻസും വരും ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഈ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലത്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള LP മോഡലാണിത്. അപ്പോൾ LP മോഡൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സിംപ്ലക്സ് മെത്തേഡൊക്കെ യൂസ് ചെയ്തിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി LP മോഡൽ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലംസ് നോർമലി നമ്മൾ സിംപ്ലക്സ് മെത്തേഡ് യൂസ് ചെയ്തൊന്നും സിംപ്ലിഫൈ ചെയ്യാറില്ല. കാരണം ഇപ്പോൾ ഇവിടെ നോക്കുമ്പോൾ തന്നെ കാണാം നമുക്ക് ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിലും കുറേ നമ്പേഴ്സ് ഉണ്ട്, അതുപോലെ നമ്പർ ഓഫ് കൺസ്ട്രെയിൻസിൻ്റെ എണ്ണം എന്ന് പറയുന്നത് കൂടുതലാണ്. അപ്പോൾ ഇത് സോൾവ് ചെയ്യാനായിട്ട് കുറേ ടൈം എടുക്കും. അതുകൊണ്ട് ഇതിന് ട്രാൻസ്പോർട്ടേഷൻ ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നത് വേറെ മെത്തേഡ്സ് യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഒരു ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം തന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെ അതിനെ കറസ്പോണ്ടിങ് ഒരു ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം ആക്കും എന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിളായിട്ടാണ് ഈ പ്രോബ്ലം പറഞ്ഞത്. ഇനി ഇതിന് ജനറലായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ, അപ്പോൾ ഇതൊരു പ്രോബ്ലം പറഞ്ഞത് തന്നെ ജനറൽ ഫോമാറ്റ് എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ജനറൽ മാത്തമാറ്റിക്കൽ മോഡൽ ഓഫ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം, ആ സോഴ്സ് ഓഫ് സപ്ലൈന് നമ്മൾ S1 S2 S3 എന്ന് പറയുന്നത് ജനറലായിട്ട് S1 S2 SM എന്ന് ഡിനോട്ട് ചെയ്യണം. ആൻഡ് AI യൂണിറ്റ് ഓഫ് സപ്ലൈ ഓർ കപ്പാസിറ്റി. ഇപ്പോൾ ഇവിടെ 7 9 18 എന്ന് പറഞ്ഞില്ലേ, അതിനെയാണ് നമ്മുടെ A1 A2 അങ്ങനെ AM വരെ ഡിനോട്ട് ചെയ്യും. ജനറൽ ആയിട്ടുള്ള ഇതാണ് പറയുന്നത്. ദെൻ ടു ബി ട്രാൻസ്പോർട്ടഡ് M ഡെസ്റ്റിനേഷൻ, ആ വെയർ ഹൗസ് ആയിട്ട് നമ്മൾ D1 D2 D3 D4 പറഞ്ഞതിൻ്റെ ജനറലായിട്ട് D1 D2 അപ് ടു DN എന്ന് പറയുന്നു. ആൻഡ് വിത്ത് BJ ദി യൂണിറ്റ് ഓഫ് ഡിമാൻഡ്, ആ ഓരോ വെയർ ഹൗസിൻ്റെ ഡിമാൻഡായിട്ട് ഇവിടെ 5 8 7 14 എന്ന് പറഞ്ഞു. അപ്പോൾ ജനറലായിട്ട് നമ്മളതിനെ BJ വെച്ചിട്ട് ഡിനോട്ട് ചെയ്യുകയാണ്. അപ്പോൾ B1 B2 അപ് ടു BN വരെയാവും, അതായത് BJ വെച്ചിട്ട് ഡിനോട്ട് ചെയ്യണം. അപ്പോൾ കപ്പാസിറ്റിനെ AI വെച്ചിട്ട് ഡിനോട്ട് ചെയ്യണം, ഡിമാൻഡിനെ നമ്മൾ BJ വെച്ചിട്ട് ഡിനോട്ട് ചെയ്യണം. ദെൻ ലെറ്റ് CIJ ബി ദി കോസ്റ്റ് ഓഫ് ഷിപ്പിംഗ് 1 യൂണിറ്റ് ഓഫ് ദി കമ്മോഡിറ്റി ഫ്രം ദി സോഴ്സ് I ടു ദി ഡെസ്റ്റിനേഷൻ J ഫോർ ഈച്ച് വാല്യൂ. അതായത് ഇപ്പോൾ ഇവിടെ CIJ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഫസ്റ്റ് കോളത്തിനാണെങ്കിൽ എന്ത് വരും? C11 എന്ന് വരും. അപ്പോൾ അതാണ് ഈ 19 എന്നുള്ള വാല്യൂ, അതിനെയാണ് ഇപ്പോൾ CIJ എന്നുള്ളതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇപ്പോൾ C11 എന്നുള്ള ഷിപ്പിംഗ് കോസ്റ്റ് ഓഫ് 1 യൂണിറ്റ്, പർട്ടിക്കുലർ ആയിട്ട് ഒരു യൂണിറ്റിൽ നിന്ന് ഡെസ്റ്റിനേഷനിലോട്ടുള്ള ആ ഒരു കോസ്റ്റിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നതാണ് CIJ എന്ന് ജനറലായിട്ട്. ഇപ്പോൾ C11 എന്ന് പറയുമ്പോൾ 19 വരും. ഇപ്പോൾ C21 എന്നാണെങ്കിൽ 70 ആയിരിക്കും വരിക. അതുപോലെ C32 എന്ന് പറയുമ്പോൾ 8 വരും. അതാണ് കോസ്റ്റിന് ജനറലായിട്ട് നമ്മൾ CIJ എന്ന് ഡിനോട്ട് ചെയ്യണം. ദെൻ XIJ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം തന്നെ, ജനറലായിട്ട് ആ ഓരോ വെയർ ഹൗസ് ഫാക്ടറിയും വെയർ ഹൗസും തമ്മിലുള്ള ആ ഒരു കോമ്പിനേഷൻ. അപ്പോൾ ജനറലായിട്ട് എല്ലാത്തിനും നമ്മൾ ഇങ്ങനെ ഡിനോട്ട് ചെയ്തു. ദെൻ അടുത്തത് ഇപ്പം മിനിമൈസ് ദി ടോട്ടൽ കോസ്റ്റ്, മിനിമൈസ് ഓർ മാക്സിമൈസ്, അതിനെ നമുക്ക് എങ്ങനെ ഡിനോട്ട് ചെയ്യാം ജനറലായിട്ട്? ഇപ്പോൾ CIJ നമ്മളിവിടെ ലാസ്റ്റ് പ്രോബ്ലത്തിൽ ചെയ്തപ്പോൾ 19 x11 പ്ലസ് 30 x2 എന്ന് പറയും. ഈ 19-നെയൊക്കെയാണ് നമ്മൾ C11 C12 എന്ന് ഡിനോട്ട് ചെയ്തത്. അപ്പോൾ C11 x11 പ്ലസ് C11 x11 പ്ലസ് C12 x12
പ്ലസ് C13X13 ആ ഒരു ഫോമാറ്റിലാണ് പോകുന്നത്. അപ്പോൾ അതിന് ജനറലായിട്ട് ഇവിടെ സമ്മേഷനിൽ കിട്ടുന്നേ ഉള്ളൂ. അപ്പോൾ CIJ XIJ എന്ന് കൊടുത്തു. സമ്മേഷൻ ജെയുടെ പറഞ്ഞത് 1 to N എടുത്തു, I ഈക്വൽ ടു 1 to M എന്ന് എടുത്തു. അപ്പോൾ ഇവിടെ ഓരോന്നിനും ഐക്കും ജെയ്ക്കും കറസ്പോണ്ടിങ് ആയിട്ട് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? C11X11 പ്ലസ് C12X12 പ്ലസ് അങ്ങനെ കറസ്പോണ്ടിങ് ആയിട്ട് എക്സ്റ്റെൻഡ് ചെയ്തു പോകും. ജനറൽ ഫോമാറ്റാണ് പറയുന്നത്. ഇനി കപ്പാസിറ്റീനെയാണ് നമ്മളിവിടെ AI വെച്ചിട്ട് ഡിനോട്ട് ചെയ്ത്. ആ AI എന്ന് ഉദ്ദേശിക്കുന്നത് അതിന് നമുക്ക് സമ്മേഷൻ XIJ എന്ന് പറയാം, അതാണ് AI. അതുപോലെ തന്നെ ഡിമാൻഡിനെയാണ് സമ്മേഷൻ XIJ ഈക്വൽ ടു BJ. വേറെ ഒന്നുമല്ല, ഇപ്പോൾ ഇവിടെ നമ്മൾ X11 പ്ലസ് X12 പ്ലസ് X13 പ്ലസ് X14 ഈക്വൽ ടു 7 എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ 7 എന്ന് പറയുമ്പോൾ ഇവിടെ എന്ത് വരും? കറസ്പോണ്ടിങ് ആയിട്ട് A1 എന്ന് വരും. അപ്പോൾ A1 അതെന്തായിരിക്കും? X11 പ്ലസ് X12 പ്ലസ് X13 പ്ലസ് X14 അങ്ങനെ 1ൽ പ്ലസ് X1 N ഈക്വൽ ടു A1 എന്ന് വരും. അതിനെയാണ് ഇവിടെ ജനറലായിട്ട് XIJ സമ്മേഷൻ J ഈക്വൽ ടു 1 to N XIJ ഈക്വൽ ടു AI എന്ന് ഡിനോട്ട് ചെയ്തേക്കുന്നത്. സെയിം തന്നെയാണ് ഡിമാൻഡ് കൺസ്ട്രെയിൻസിലും, അത് കോളം വൈസ് ആണ് എടുക്കുന്നത്. ഇപ്പോൾ 5 എന്ന് പറഞ്ഞു വന്ന ഡിമാൻഡ് ആയിരിക്കും B1 ആയിട്ട് വരിക. കറസ്പോണ്ടിങ് കോളത്തിലെ X11 X21 X31 അപ് ടു XM1 ആ ഒരു ടേംസ് ആയിരിക്കും കറസ്പോണ്ടിങ് ആയിട്ട് ഈ സമ്മേഷൻ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത് ഈക്വൽ ടു BIJ. ദെൻ നോൺ നെഗറ്റിവിറ്റി കണ്ടീഷൻ XIJ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ട്രാൻസ്പോർട്ടേഷൻ്റെ ജനറൽ ഫോമാറ്റാണ് തന്നിട്ടുള്ളത്. ഇനി ഇതാണ് ഇപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ കാര്യം തന്നെയാണ് ഇവിടെ കോളം ഈ ടേബിൾ യൂസ് ചെയ്തിട്ട് കണ്ടുപിടിച്ചേക്കുന്നത്. D1 D2 അപ് ടു DN വരെ വെയർ ഹൗസ് ഫ്രം ഫാക്ടറീസിനെയാണ് നമ്മളിവിടെ S11 S12 അപ് ടു SM വരെ ഡിനോട്ട് ചെയ്തത്. ഓരോത്തിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോസ്റ്റ് 1913 എന്നൊക്കെ തന്നതിനെയാണ് C11 C12 C1 അപ് ടു C1N എന്ന് ഡിനോട്ട് ചെയ്തത്. ഇനി ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് X11 X12. അപ്പോൾ ഇതിങ്ങനെ കോളം വൈസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഈക്വൽ ടു എന്ന് ചെയ്യുമ്പോഴാണ് മിനിമൈസ് ദി Z ഈക്വൽ ടു എന്ന് പറഞ്ഞു വരുന്നത്. ഇനി കോളം വൈസ് ഇങ്ങനെ ആഡ് ചെയ്യുന്നതാണ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓരോ കൺസ്ട്രെയിൻസ്. ഇപ്പോൾ പറഞ്ഞ കാര്യം തന്നെ ടേബിളായിട്ട് ഇവിടെ റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ. ഇനി ഇവിടുത്തെ സപ്ലൈ എന്ന് പറയുന്നത് സപ്ലൈയുടെ സമ്മും ഇവിടുത്തെ ഡിമാൻഡിൻ്റെ സമ്മും എന്തായാലും എപ്പോഴും ഈക്വൽ ആയിരിക്കും. അതാണ് ഇവിടെ സമ്മേഷൻ AI ഈക്വൽ ടു സമ്മേഷൻ GJ എന്ന് പറഞ്ഞ് സമ്മേഷൻ BJ എന്ന് ഡിനോട്ട് ചെയ്തേക്കുന്നത്. By necessary and sufficient condition for the existence of a feasible solution to a transportation problem is total supply equal to total demand. അതാണ് ഇവിടെ റെപ്രസെൻ്റ് ചെയ്തേക്കുന്നത്. പിന്നെ വിളിക്കുന്ന വേറൊരു പേരെന്ന് പറയുന്നത് റിം കണ്ടീഷൻസ് എന്നും കൂടിയാണ്. ടോട്ടൽ സപ്ലൈ ഈക്വൽ ടു ടോട്ടൽ ഡിമാൻഡ് അതെപ്പോഴും സെയിം ആയിരിക്കും. അത് ലാസ്റ്റ് പ്രോബ്ലത്തിൽ രണ്ടും വന്നിരിക്കുന്നത് 34 തന്നെയാണ്. അതിൻ്റെ ഒരു ജനറൽ ഫോമാറ്റാണ് ഇവിടെ പറഞ്ഞത്. ഇനി കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. When the total supply equals total demand, the problem is called a balanced transportation problem. അതായത് ടോട്ടൽ ഡിമാൻഡും ടോട്ടൽ സപ്ലൈയും ഈക്വൽ ആണെങ്കിൽ നമ്മൾ ആ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലത്തിന് ബാലൻസ്ഡ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം എന്ന് പറയും. അല്ലാന്നുണ്ടെങ്കിൽ അതർവൈസ് ഇറ്റ് വിൽ ബി called as an unbalanced transportation problem. The unbalanced transportation problem can be balanced by adding a dummy supply center, a row or a dummy demand center column as the need arises. അതായത് ഇപ്പോൾ സപ്ലൈ ആണ് കുറവെന്നുണ്ടെങ്കിൽ നമ്മൾ കറസ്പോണ്ടിങ് ആയിട്ട് ഒരു റോ ആഡ് ചെയ്ത് കൊടുക്കും. ഇനി ഡിമാൻഡാണ് കുറവെന്നുണ്ടെങ്കിൽ ഒരു കോളം ആഡ് ചെയ്ത് കൊടുക്കും. അതിൻ്റെ ബേസിസിൽ നമ്മളതിനെ ബാലൻസ്ഡ് ആക്കും. അത് ചെയ്യുമ്പോൾ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ മനസ്സിലാവും. വെൻ ദി നമ്പർ ഓഫ് പോസിറ്റീവ് അലോക്കേഷൻ വാല്യൂസ് ഓഫ് ഡിസിഷൻ വേരിയബിൾസ് അറ്റ് എനി സ്റ്റേജ് ഓഫ് ദി ഫീസിബിൾ സൊല്യൂഷൻ ഈസ് ലെസ് ദാൻ ദി റിക്വയർഡ് നമ്പർ R പ്ലസ് rows plus column -1, that is the number of independent constraints equation, the solution is said to be degenerate. Otherwise it is known as degeneration. Cells in the transportation table having positive allocation will be called as occupied cells, otherwise empty or non-occupied cells. ആ ട്രാൻസ്പോർട്ടേഷൻ ടേബിളിലെ സെൽസ് എല്ലാം പോസിറ്റീവ് അലോക്കേഷൻ ആണെങ്കിൽ നമ്മളതിനെ ഒക്കുപ്പൈഡ് സെൽസ് എന്ന് വിളിക്കും. അല്ലാന്നുണ്ടെങ്കിൽ നോൺ ഒക്കുപ്പൈഡ് സെൽസ് അല്ലെങ്കിൽ എംപ്റ്റി എന്നാണ് പറയുന്നത്.
The algorithm for solving to a transportation problem may be summarized into the following step. Formulate the problem and arrange the data in the matrix form. The formulation of the transportation problem is similar to the LP problem formulation. Here the objective function is the total transportation cost and the constraints are the supply and demand available at source and destination respectively. Obtain an initial basic feasible solution. In this chapter, following three different methods are discussed to obtain an initial solution: northwest corner method, least cost method and Vogel approximation. ഈ മൂന്ന് മെത്തേഡ്സ് ആണ് നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ യൂസ് ചെയ്യാനായിട്ട് പഠിക്കുന്നത്. ദി ഇനീഷ്യൽ സൊല്യൂഷൻ അതിൽ നമുക്ക് രണ്ട് മെത്തേഡ് പഠിക്കാനുള്ളൂ: നോർത്ത് വെസ്റ്റ് കോർണർ റൂളും വോഗൽസ് മെത്തേഡ്. ഇത് രണ്ട് മെത്തേഡാണ് നമ്മൾ പഠിക്കുന്നത്. ലീസ്റ്റ് കോസ്റ്റ് മെത്തേഡ് നമുക്ക് സിലബസിലില്ല. The initial solution obtained by any of three methods must satisfy the following condition. The solution must be feasible, that is, it must satisfy all the supply and demand constraints, also called rim condition. അതായത് feasible ആവാന്ന് പറയുമ്പോൾ rim condition satisfy ചെയ്യണം. അതായത് സപ്ലൈ ഈക്വൽ ടു ഡിമാൻഡ് ആയിരിക്കണം. ദി നമ്പർ ഓഫ് പോസിറ്റീവ് അലോക്കേഷൻ മസ്റ്റ് ബി ഈക്വൽ ടു m+n-1. അതായത് നമ്പർ ഓഫ് കോളം പ്ലസ് നമ്പർ ഓഫ് റോസ് പ്ലസ് കോളം -1. ആ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. പോസിറ്റീവ് അലോക്കേഷൻ ആയിരിക്കണം. വെൻ m ഈസ് ദി നമ്പർ ഓഫ് റോസ് ആൻഡ് n ഈസ് ദി നമ്പർ ഓഫ് കോളം. എ സൊല്യൂഷൻ ദാറ്റ് സാറ്റിസ്ഫൈസ് ദി എബോവ് കണ്ടീഷൻ ഈസ് കോൾഡ് non-degenerate basic feasible solution, otherwise it will be degenerate solution. അപ്പോൾ ഡീജനറേറ്റ് സൊല്യൂഷൻ ആകുന്നത് എപ്പോൾ, അല്ലെങ്കിൽ ഡീജനറേറ്റ് ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ കിട്ടുന്നത് എപ്പോഴെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ രണ്ട് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുമ്പോഴാണ് നമുക്ക് നോൺ ഡീജനറേറ്റ് ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ കിട്ടുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ അത് ഡീജനറേറ്റ് സൊല്യൂഷൻ ആയിരിക്കും. Next step, test the initial solution for optimality. In this chapter, modified distribution method, that is MODI method, is discussed to test the optimality of the solutions obtained in solution step 2. If the current solution is optimum, then stop, otherwise demand a new improved solution. അപ്പോൾ നമുക്ക് സൊല്യൂഷൻ കിട്ടിയത് ഒപ്റ്റിമൽ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ സ്റ്റെപ്പിൽ വെച്ചിട്ട് തന്നെ സ്റ്റോപ്പ് ചെയ്യും. ഇല്ലാന്നുണ്ടെങ്കിൽ കിട്ടുന്നത് വരെ കണ്ടിന്യൂ ചെയ്യുക. Then update the solution, that is repeating the same step and when we will get until we will get a optimal solution. These are the steps for solving a transportation algorithm.